ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മാസത്തെ ഉദ്വേഗഭരിതമായ കാത്തിരിപ്പിനൊടുവിൽ, ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പിനൊടുവിൽ രാഷ്ട്രീയ ഭാരതത്തിൻ്റെ ഫലം പുറത്തു വന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാ ജനങ്ങളിലും കൗതുകമുണർത്തി. വളരെയേറെ താൽപ്പര്യത്തോടെയാണ് ഈ തവണ രാഷ്ട്രീയ ഭാരതം തെരഞ്ഞെടുപ്പിനെ കണ്ടതും അതിൻ്റെ ഫലത്തെ നോക്കിക്കണ്ടതും. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്ന് പഠിച്ചവരാണ് നമ്മൾ. ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ചില സന്ദിഗ്ധതകളിലേക്ക് രാജ്യത്തെ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇടുക്കിയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ്, ഒരുപക്ഷെ രണ്ട് കൂട്ടരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ്. ഭൂരിപക്ഷം തന്നെ ഒരു കൂട്ടരെ ഞെട്ടിച്ചെങ്കിൽ ആ ഭൂരിപക്ഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ മറുകൂട്ടരെയും ഞെട്ടിച്ചിട്ട് നമ്മൾ ഇന്ന് ഇടുക്കി ചർച്ചയ്ക്കെടുക്കുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ്. ഒരാൾ INDC-യുടെ സംസ്ഥാനതല ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ജോൺസി ഐസക്കാണ്. മറ്റേയാൾ രാഷ്ട്രീയ ജനതാദളിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ കോയ അമ്പാട്ടാണ്. രണ്ടുപേർക്കും സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. സർ, കഴിഞ്ഞ 4-ാം തീയതി എല്ലാ ആളുകളും ആകാംക്ഷയോട് കാത്തിരുന്ന ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പോലെ പുറത്തുവന്നിരിക്കുകയാണ്. വളരെ കൗതുകമുള്ള തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഒപ്പം തന്നെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പൂത്തുലഞ്ഞ ഒരു റിസൾട്ട് എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിച്ച ഒരു ഫലമാണ്. നമുക്ക് ഇന്ത്യയിലെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയല്ല നമ്മൾ ലക്ഷ്യം. ഒരുപക്ഷെ ആനുഷംഗികമായി കടന്നു വന്നേക്കാം. എന്നാലും ഇടുക്കി പാർലമെന്റ് മണ്ഡലം 7 നിയോജക മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ്. ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികളാണ്, പ്രധാനമായും 3 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചതെന്ന് നമുക്കറിയാം. ഒന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, മറ്റൊന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മറ്റൊന്ന് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. വേറെയും 3-4 പേർ മത്സരിച്ചിരുന്നു. അതിലേക്കല്ല, പ്രധാനപ്പെട്ട 3 മുന്നണികളുടെ മത്സരമായിരുന്നു. അതിൽ ഇടതുപക്ഷ മുന്നണിയെ പ്രതിനിധീകരിച്ചാണ് ശ്രീ കോയ അമ്പാട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ജോയ്സ് ജോർജിന്റെ തോൽവി ഇടതുപക്ഷ മുന്നണിക്ക് വലിയ ആഘാതമായി മാറിയിരുന്നു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ജോയ്സ് ജോർജിന്റെ പരാജയം മുന്നണി പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ വിഷയങ്ങളിൽ, ഭൂവിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര നിയമനത്തിൻ്റെ തടസ്സം നിൽക്കുന്ന ഒഴികെ ബാക്കി കാര്യങ്ങളിലെല്ലാം ഇടുക്കിയിലെ ജനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നും ആയിരുന്നില്ല വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭീതിയോടെ കണ്ടത് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ വലിയ വിപത്തിനെ കുറിച്ചാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിപത്തിനെ കുറിച്ചാണ്. അതിന് എങ്ങനെയെങ്കിലും തടയിടണം എന്നാണ് ആഗ്രഹിച്ചത്. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം. കേരളത്തിലെ ജനത ഈ രംഗത്ത് പ്രബുദ്ധരാണ്. ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ കാണണം, സംസ്ഥാന രാഷ്ട്രീയത്തെ എങ്ങനെ കാണണം, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണണം എന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് കേരളത്തിലെ ആളുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്ക് തന്നെയാണ് ആ വോട്ടിംഗ് നടന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് ജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ മണ്ഡലവും കൈവിട്ടുപോയി. ഈ കൈവിട്ടു പോയപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാരമ്പര്യമായി കിട്ടിക്കൊണ്ടിരുന്ന മുന്നണി വോട്ടുകളൊന്നും കാര്യമായി പുറത്തു പോയിട്ടില്ല. പുറമേ ഉള്ള വോട്ടുകളാണ്, അധികമായി വർദ്ധിച്ച് കിട്ടേണ്ട വോട്ടുകളാണ് പോയിട്ടുള്ളത്. പിന്നെ ചില പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ചർച്ചയുടെ ഭാഗമായി പറയാം. തീർച്ചയായിട്ടും അമ്പാട്ടിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോൺസി ഐസക്, 2019 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് 2014 നടന്ന തെരഞ്ഞെടുപ്പ്, അവിടെ ജോയ്സ് ജോർജ് ആയിരുന്നു വിജയത്തിന്റെ വെന്നിക്കൊടി പരത്താൻ. ഡീൻ കുര്യാക്കോസ് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,70,000-ത്തിലധികം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് 2ാമത്തെ സ്ഥാനം അലങ്കരിച്ചത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഡീനാണ്. ഈ തവണയും വലിയൊരു കുറവ് എന്ന് പറയാനാവില്ല. 1,33,127 വോട്ടിലെ ഭൂരിപക്ഷം. അത് നേരിയ കുറവുണ്ടെങ്കിൽ പോലും ഈ ശ്രീ കോയ അമ്പാട്ട് പറഞ്ഞ ചില വാദമുഖങ്ങളുണ്ടല്ലോ,
അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അവർ പ്രതീക്ഷിച്ചു എന്നുള്ളത്, ആ പ്രതീക്ഷ ജനങ്ങളിലേക്ക് കൊടുത്തു. ഇവർ പ്രതീക്ഷ ജനങ്ങളിൽ കൊടുത്ത് ജനങ്ങളെ ക്യാൻവാസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു എല്ലാ കക്ഷികൾക്കും അത് അവരുടെ സിദ്ധമായ ഒരു ശൈലിയാണ്. പക്ഷേ ജനം അത് ഉൾക്കൊണ്ടില്ല. ജനം ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തൊരു മാറ്റം വരണം, തന്നാൽ കഴിയുന്ന ഒരു മാറ്റം, തന്നാൽ കഴിയുന്നത് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കണം എന്ന് ഓരോ വോട്ടർമാരും ചിന്തിച്ചതിൻ്റെ ഫലമായി പിന്നെ ഡീൻ കുര്യാക്കോസ് പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനവും ആ മുന്നണിയിലുള്ള പ്രവർത്തകരും ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചു. ആ ആത്മാർത്ഥതയുടെയാണ് ഇവിടെ പല പ്രമുഖരും എതിർ സ്ഥാനാർത്ഥി നിന്ന എതിർ സ്ഥാനാർത്ഥിയുടെ വാഴത്തോപ്പ് പഞ്ചായത്തിൽ വരെ സ്വന്തം ബൂത്തിൽ വരെ ഡീൻ കുര്യാക്കോസിന് ഭൂരിപക്ഷം ഉണ്ടായി. ഇവിടെ ഏറ്റവും ഡീൻ കുര്യാക്കോസിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത മുൻ മന്ത്രിയും ഇപ്പോൾ MLA ഉടുമ്പൻചോല MLA താമസിക്കുന്ന സ്വന്തം ബൂത്തിൽ ഡീൻ കുര്യാക്കോസിന് ഭൂരിപക്ഷമുണ്ട്. പരിശോധിച്ചപ്പോൾ മിക്ക മേഖലയിലും അതുപോലെ തന്നെ തങ്കമണി ബൂത്തിൽ സി വി വർഗീസിൻ്റെ ബൂത്തിൽ ഡീൻ കുര്യാക്കോസിനാണ് കൂടുതൽ വോട്ട്. പിന്നെ റോഷി അഗസ്റ്റിൻ്റെ നിയോജകമണ്ഡലം ഇടുക്കി നിയോജകമണ്ഡലത്തിൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ എല്ലാം ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിനാണ്. താങ്കൾ സൂചിപ്പിച്ചത് പ്രവർത്തകരുടെ ആത്മാർത്ഥത കൊണ്ട്, ആ പ്രസ്ഥാനത്തിന്റെ മെച്ചം കൊണ്ട് ആണ് ഡീൻ കുര്യാക്കോസ് ഭൂരിപക്ഷം നേടിയതെന്നാണ്. നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അതിന് സഹായിച്ചില്ല. രാഷ്ട്രീയ കാലാവസ്ഥ സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെല്ലാം ബൂത്ത് മുതൽ ജില്ല വരെയുള്ള മുഴുവൻ പ്രവർത്തകരും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി അവർക്ക് കിട്ടിയ ഡയറക്ഷൻ, ഇത് 6 മാസം മുമ്പേ ഇലക്ഷൻ തീരുമാനം ഉണ്ടാവും, ഇന്ന ദിവസം ഇലക്ഷൻ ഉണ്ടാവും, അതോടനുബന്ധിച്ച് നമ്മൾ പാർട്ടി ഘടകങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം, വോട്ടർ പട്ടിക പേര് ചേർക്കണം, അതുപോലെ ബൂത്ത് തലത്തിലും അതുപോലെ മണ്ഡലം തലത്തിലും പ്രവർത്തനം ഊർജിതമാക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ മുൻകൂട്ടി തന്നെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടി മണ്ഡലം തലത്തിലും പാർട്ടി പ്രവർത്തകരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ പരസ്പരം നേതാക്കന്മാർ കാണുമ്പോൾ, പ്രാദേശിക നേതാക്കന്മാർ കാണുമ്പോഴൊക്കെ സംസാരിച്ചിരുന്നത് ഏറിയാൽ ഒരു 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെയായിരുന്നല്ലോ. അതെങ്ങനെയാണ് ഇതിന് മറികടന്നത്? അത് മറികടന്ന് അത് കറക്റ്റാണ്. 50,000 കൂടുതൽ ഈ തവണ ഭൂരിപക്ഷം വരില്ല എന്ന് ചില ഭാഗത്തൊക്കെ സംസാരമുണ്ടായി. ആ സംസാരം 2019 ഇവിടെ ഇടുക്കി ജില്ലയിൽ റോഷി അഗസ്റ്റിൻ പ്രദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 2019 ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവരില്ല. അപ്പം അതിൻ്റെ ഒരു കുറവ് വരും. പിന്നെ ഈ പരിശോധിച്ചപ്പോൾ ഒട്ടനവധി യുവാക്കൾ, വോട്ടർ പട്ടിക പേരുള്ള ഒട്ടനവധി യുവാക്കൾ ഇന്ന് വിദേശത്താണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഉപരിവിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ചുമ്മാ നെട്ടോട്ടം നടക്കുന്നു. സ്കൂളിൽ പോയി പഠിക്കുന്നില്ല. ഏതെങ്കിലും ഭരണകക്ഷിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ പിന്തുണയോ ഉണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ അമ്പാട് സാർ, വ്യക്തിപരമായി കഴിവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി ഇടപെടുന്ന കാര്യത്തിൽ ഈ 5 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തപ്പോൾ പാർലമെന്റിൽ ശബ്ദിച്ചതിനെ സംബന്ധിച്ചൊന്നും ജോയ്സ് ജോർജിനെ സംബന്ധിച്ചൊരു ആക്ഷേപം ജനങ്ങൾക്കില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ജോയ്സ് ജോർജ് വളരെ ദയനീയമായിട്ടാണ് പിന്നോട്ട് പോയത്. അത് ഈ തവണ പാർട്ടി അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്യുകയായിരുന്നു. തീർച്ചയായിട്ടും പാർട്ടി ചിഹ്നം നൽകി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണത്തിൽ വ്യത്യസ്തമായി. കഴിഞ്ഞ തവണ 2 തവണ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയായി തന്നെ ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ഒരു ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്നത് ഒരുപക്ഷെ പാർട്ടിക്ക് അപമാനമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് CPM നോക്കിയത് അവിടെ പാർട്ടി ദേശീയ അംഗീകാരം നിലനിൽക്കണമെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇടുക്കി ജില്ലയിൽ അത് പ്രതികൂലമായി ബാധിച്ചു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് UDF-ന്റെ ഭാഗമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഭാഗമാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസ് അവകാശപ്പെട്ടത് 1,25,000 വോട്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അവർക്കുണ്ടെന്നാണ്. അത് ശരിക്കും ഇടതുമുന്നണി കണക്കൂട്ടുകയും ചെയ്തു. അത് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ആ വോട്ടുകളൊന്നും LDF-ന് അനുകൂലമായി വന്നില്ല എന്നാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ഫലം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ
ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി കണ്ടത് ഇപ്പൊ ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ച് ഒത്തിരി പോരായ്മകളുണ്ട് ഒരു MP എന്ന നിലയ്ക്ക്. ജോയ്സ് ജോർജിനെ സംബന്ധിച്ച് ഒരു MP എന്ന നിലയ്ക്ക് അത്തരം പോരായ്മകളോ ആക്ഷേപങ്ങളോ ഇല്ല. ഇപ്പൊ വ്യക്തിപരമായി കഴിവുള്ള ഒരാള് ജോയ്സ് ജോർജ് ആണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ BJPക്ക് ബദലായി രാജ്യത്ത് ഒരു ശക്തി വളർന്നു വരേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രം നോക്കണ്ട, കേരളത്തില് രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചപ്പോൾ ഒരു വലിയ തരംഗമായിരുന്നു. ഒരു സ്വപ്നം കണ്ടു കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നത് കണ്ടു. അങ്ങനെ വന്നപ്പോൾ എല്ലാ ആളുകളും രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഉറച്ച ഇടതുപക്ഷ വോട്ടുകളല്ലാതെ ബാക്കി വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഒക്കെ UDF അനുകൂലമാണ്. ഈ തവണ അങ്ങനെ തരംഗം ഉണ്ടായിരുന്നില്ലല്ലോ. ആ തരംഗം ഉണ്ടായില്ല. UDF സ്ഥാനാർത്ഥികൾ 50,000-ന്റെ മുകളിലാണ്. അത് പറയാം. അപ്പോൾ അങ്ങനെ തരംഗം ഉണ്ടായില്ല. പക്ഷേ ആ തരത്തിലുള്ള തരംഗമല്ല ഇപ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിൽ പോയ കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ പാർലമെന്റ് ചരിത്രത്തിൽ പ്രതിപക്ഷമില്ലാതെ മാറി നിൽക്കേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ BJPക്ക് NDAക്ക് എന്തും ചെയ്യാം എന്നൊരവസ്ഥ വന്നു. നമ്മൾ ഭയത്തോടെ നോക്കിയെന്നാണ്, നമ്മുടെ ഭരണഘടന പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് BJP പോകുമെന്ന് കണ്ടു. രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങൾ ഭയത്തോടെ വിറച്ചാണ് നോക്കി നിന്നത്. പറയാം, അതിലേക്കാണ് വരുന്നത്. ഇതെല്ലാം കണ്ടപ്പോ ജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന, നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ വലിയ താല്പര്യത്തോടെ സംരക്ഷിക്കപ്പെടുന്നതാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ എത്ര മോശക്കാരായിരുന്നാലും ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. അത് രാജ്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ നിർണായകമായ സ്വാധീനമാകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറെ കൂടി ദേശീയ പരിവേഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കൂടുതൽ MPമാരെ കോൺഗ്രസിന് സംഭാവന ചെയ്താലാണ് ആ നിലയ്ക്ക് ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകൂ എന്ന തോന്നൽ കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്തത്. അല്ലാതെ കഴിഞ്ഞ കാലത്തുണ്ടായ ഡീൻ കുര്യാക്കോസിന്റെ പെർഫോമൻസ് നോക്കിയിട്ടല്ല. അപ്പൊ ഡീൻ കുര്യാക്കോസ് അവിടെ ചെന്നാലും UDFന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ഉറച്ചു നിൽക്കും എന്നുള്ളതുകൊണ്ടാണ്. ജനങ്ങളുടെ മനസ്സറിയുന്നതിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടില്ലേ? അല്ല, ഇത് ഇടതുമുന്നണിക്ക് അറിയാമെങ്കിൽ പോലും ഏകപക്ഷീയം വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ ഇത്. ഇത്തരം കാര്യങ്ങളൊന്നും ഈ കേരളത്തിൽ ഒന്നായി ഇടതുപക്ഷവും കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷവും ഒന്നായി മത്സരിക്കാൻ സാഹചര്യമില്ല. ഇവിടെ 2000 മത്സരിച്ചേ പറ്റൂ. അതാണ് രാഷ്ട്രീയമുള്ളൂ കേരളത്തിൽ. അല്ല, ഈ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറത്ത് ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അവിടെ ശക്തരല്ല, അവിടെ രണ്ടു മുന്നണിയും ശക്തരല്ല. അവിടെ പ്രാദേശിക പാർട്ടികളാണ് ശക്തരായിട്ടുള്ളത്. ആ പ്രാദേശിക പാർട്ടികൾ ശക്തരാകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് BJP, പല സംസ്ഥാനങ്ങളിലും BJP ആണ് ശക്തമായ പാർട്ടി. അപ്പോൾ BJPയെ പ്രതിരോധിക്കാൻ അവിടെ കോൺഗ്രസും CPM-ഉം ഉൾപ്പെടുന്ന ഇടതു പാർട്ടികൾ ചേർന്നേ പറ്റൂ. അതുകൊണ്ട് ചേർന്നതാണ്. നമ്മുടെ മണ്ഡലത്തിലെ പരാജയം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി ചേർന്നിട്ടില്ല. അത് ഇടതുമുന്നണി അടുത്ത് തന്നെ വിളിക്കും. റിസൾട്ട് 2 ദിവസം മുമ്പായതേ ഉള്ളൂ. അത് ശക്തമായി വിലയിരുത്തുക തന്നെ ചെയ്യും. ശ്രീ ജോൺ സിയാസൻ, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഈ കഴിവും കഴിവുകേടും തമ്മിലുള്ള മാറ്റുരയ്ക്കൽ, അത് ശക്തമായി പ്രചരിപ്പിച്ചതാണ് ഈ മണ്ഡലത്തിൽ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരിമിതിയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ശ്രീ കോയമ്പാട്ട്. സത്യത്തിൽ ജനം അത് മുഖവിലക്കെടുത്തില്ലല്ലോ. 3 തവണ പാർലമെന്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു MP ആണ് ഡീൻ കുര്യാക്കോസ്. അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ അവിടെ നടത്തിയിട്ടില്ല എന്ന് പറയാനാവും. ഞാനതിനെ മുഴുവൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞതിന് ഞാൻ തള്ളിക്കളയാ. കാരണം ഡീൻ കുര്യാക്കോസ് 2019 മത്സരിച്ച് തോറ്റുപോയി. പക്ഷേ അതിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഒരു കസ്തൂരി രംഗൻ കേസ് വന്നു. അതിന് ഇവര് സാമുദായികപരമായ അടിസ്ഥാനത്തിൽ ചില വികാരിമാര് രംഗത്ത് വന്നു. അങ്ങനെ വന്നു, അതിനെ ആളിക്കത്തിച്ചു. അതിനെ കൗണ്ടർ ചെയ്യാൻ അന്ന് UDFന് സാധിച്ചില്ല, അങ്ങനെ പരാജയപ്പെട്ടു. പക്ഷെ 2019 ഡീൻ കുര്യാക്കോസ് ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വന്നു. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം, രാഹുൽ ഗാന്ധിയുടെ ഗ്ലാമറിൽ മാത്രമല്ല, അതുകൊണ്ട് അത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇടുക്കിയില് ജോയ്സ് ജോർജ് എന്ന MP പോരായ്മയുണ്ടെന്ന് മനസ്സിലാക്കിയ ജനം വലിയൊരു കൊടുങ്കാറ്റ് പോലെയാണ് ഡീൻ കുര്യാക്കോസിന്റെ പിന്നിൽ അണിനിരക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തത്. ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ച് വളരെ ചെറുപ്പക്കാരനാണ്. അത് അഗ്രികൾച്ചറിൽ PhD വരെ എടുത്തിട്ടുള്ള വിദ്യാസമ്പന്നനായ ഒരു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് 2019 14 തോറ്റിട്ട് ആ 5 വർഷവും ഇടുക്കി തന്നെയാണ് നിന്നത്. ഇടുക്കിയിലെ ഓരോ പ്രശ്നത്തിലും
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ ഘട്ടത്തിലും ഓരോ വിഭാഗത്തും ഓരോ മേഖലയിലും ഡീൻ കുര്യാക്കോസ് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത്. ഡീൻ കുര്യാക്കോസിനെ ജയിപ്പിക്കാത്തതിൻ്റെ നഷ്ടം 2014 ഇവിടുത്തെ ജനത്തിന് ബോധ്യപ്പെട്ടു. അതാണ് 2019 വൻ ഭൂരിപക്ഷത്തോടു കൂടി ജനം ഡീൻ കുര്യാക്കോസിനെ സ്വീകരിച്ചത്. ഈ തവണ സ്വീകരിച്ചത് കഴിഞ്ഞ 2019 വന്ന് 5 വർഷം കഴിഞ്ഞു. 2020, 21, 22 കോവിഡ് കാരണം ഈ നമ്മുടെ രാജ്യത്ത് ഒരു വികസന പ്രവർത്തനത്തിനും ഫണ്ട് എം പി ഫണ്ട് അനുവദിച്ചിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ല. അതിനെ എതിർക്കുകയല്ല, അത് സ്വാഭാവികമായി ഉണ്ടായ സാഹചര്യത്തിൽ ഓരോ എം പിമാർക്കും ഫണ്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പഠിച്ചതിൽ ഡീൻ കുര്യാക്കോസ് ഇവർ വിലയിരുത്തുന്നത് ആളുടെ വലിപ്പത്തിലും ആളുടെ ശാരീരികമായി ഉയരത്തിലും വണ്ണത്തിലുമാണോ ആളുടെ മിടുക്കെന്ന് എനിക്ക് സംശയമുണ്ട്. അതല്ല, ഒരു മനുഷ്യൻ ഡീൻ കുര്യാക്കോസ്, ഞാൻ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചിട്ടുള്ള, അദ്ദേഹം രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ വന്ന് കിടക്കുന്നത്. ഡൽഹിയിൽ ഉണ്ടായാൽ തന്നെ ഓരോ മന്ത്രിമാരുടെ ഓഫീസിൽ പോയി ഇടുക്കിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യാചിക്കുക. കേന്ദ്രമന്ത്രി ഗഡ്കരി, എനിക്ക് ഗഡ്കരിയോട് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇടുക്കി എം പിക്ക് വേണ്ടി പല കാര്യം ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മുടെ ആയിക്കോട്ടെ, അത് പറയും. അപ്പൊ ഞാൻ ചോദിക്കാൻ വരുന്നത്, തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരാം, താങ്കളിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാം. ഈ നമ്മുടെ ഇടുക്കി മണ്ഡലത്തില്, പ്രത്യേകിച്ച് ഉടുമ്പൻചോല മണ്ഡലം, ഒരാൾ പോലും വിചാരിച്ചില്ല. ഉടുമ്പൻചോലയിൽ മാന്യമായ വികസനം നടന്നിട്ടുണ്ട്, ഇല്ല എന്നും പറയും. ഇപ്പൊ ഇരട്ടയാറിലെ അതിന്റെ പാലമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിവാദം ഇന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് മണിയാശാനെതിരെയാണ്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ റോഡ് വികസനങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ രീതിയിൽ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ആളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ആ തരത്തിലുള്ള വികസനവും അദ്ദേഹത്തോടുള്ള ആളുകളുടെ ഒരു അടുപ്പവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉടുമ്പൻചോലയിലെങ്കിലും ജോയ്സ് ജോർജ് മുന്നിട്ട് നിൽക്കേണ്ടതായിരുന്നില്ലേ? അത് ഞാൻ പറയാം. അതിന് മുൻപ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ പെർഫോമൻസ് ഭേദമായിരുന്നു കൊണ്ടാണ് വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചത് എന്ന് പറയുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, 2019 തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് കിട്ടിയ ഭൂരിപക്ഷം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ഇപ്പോൾ അതിന് ശേഷമാണ് ആദ്യമായി പാർലമെന്റിലേക്ക് പോയി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഡീൻ കുര്യാക്കോസ് തിരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി വിശ്വാസത്തിലെടുത്ത് ഭൂരിപക്ഷം വർദ്ധിക്കുകയല്ലേ വേണ്ടത്. അത് വർദ്ധിച്ചിട്ടില്ല. വർദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, ഇത്രയേറെ തരംഗമുണ്ടായപ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞു. മറ്റൊന്ന്, ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഫണ്ട് വിനിയോഗത്തിൽ ഇപ്പോൾ ജനപ്രതിനിധികൾക്കറിയാം, ഫണ്ട് പരമാവധി വാങ്ങിച്ചെടുത്ത് തനിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടി പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത്ര പ്രതിസന്ധി ഉണ്ടായിട്ടു, കോവിഡ് കാലത്ത് ഫണ്ട് കിട്ടാതിരുന്നു, ശരി തന്നെ, വലിയ പ്രതിസന്ധി ഉണ്ടായി. എന്നിട്ട് പോലും കിട്ടിയ ഫണ്ടിൽ 4.5 കോടി രൂപയാണ് നമ്മുടെ ഹൈറേഞ്ചിലേക്ക്, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വികസന പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട നടത്തേണ്ട പൈസ ലാപ്സാക്കി കളഞ്ഞത്. അല്ലല്ല, ജനം അതുകൊണ്ടല്ല തള്ളിക്കളഞ്ഞത്. ഞാൻ അതാ പറഞ്ഞത്. ഇതൊക്കെ ഒരു പെർഫോമൻസും നന്നായിട്ടാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ടൊന്നും അല്ല ഡീനിൽ നിന്ന് ഇത്രേ പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് അറിയാം. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതല്ലാതെ വേറെ മാർഗമില്ല. BJPക്കെതിരെ കോൺഗ്രസിന് ഒരു നല്ല ശക്തമായ നിര പാർലമെന്റിൽ ഉണ്ടാകണം. അതിന് ഇതേ മാർഗമുള്ളൂ. അതുകൊണ്ട് വിട്ടതാണ്. CPM സ്ഥാനാർത്ഥി പോയാലും ശക്തമായ അല്ല, ജനങ്ങൾ അങ്ങനെ കാണുന്നില്ല. CPM പോയാൽ CPM പ്രത്യേക വിങ്ങാണല്ലോ. ഇതങ്ങനെയില്ല. കോൺഗ്രസിൻ്റെതായി തന്നെ കുറെ ആളുകളുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാകും. ഇപ്പൊ പല കക്ഷികളായി ചെന്നാലും ഒരു 50 MLA MP പ്രതിപക്ഷമില്ലല്ലോ. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയും. അപ്പോൾ പരമാവധി ശക്തിയോടെ അവിടെ എത്തട്ടെ എന്ന് ആഗ്രഹിച്ച് ചെയ്താണിത്. എന്റെ ചോദ്യത്തിലേക്ക് വരാം. യെസ്. ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ വികസന കാര്യത്തിൽ ഇപ്പൊ ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മറ്റ് 7 നിയോജകമണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് ഉടുമ്പൻചോല നിയോജകമണ്ഡലം. അവിടെ റോഡ് മാത്രമല്ല, അവിടെ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു, ഗവൺമെന്റ് സ്ഥാപനവും, നിരവധി വികസനം നടന്നിട്ടുണ്ട്. പക്ഷെ ഈ വികസനങ്ങളെ ഒന്നും ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മണ്ഡലത്തെ മാത്രമല്ല ജനം ഇത് നോക്കുന്നത്, ഇപ്പോൾ സംസ്ഥാന ഭരണം. അല്ല സാർ, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും 20,000-നും 30,000-ന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളപ്പോൾ ഇവിടെ കേവലം 6,760 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പൊ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്,
സംസ്ഥാന ഭരണവും കുറെ കൂടി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അത് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ആളുകൾ അല്ലെങ്കിൽ UDF പ്രചരിപ്പിച്ചതും സംസ്ഥാന ഭരണത്തെ കൂടി വിലയിരുത്തിക്കൊണ്ടുള്ള വോട്ടായിരിക്കുമെന്നാണ്. അപ്പൊ കുറെയൊക്കെ ഒരു 10% വോട്ടുകൾ ആ തരത്തിൽ മൈനസ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതും ഗവൺമെന്റ് നോക്കേണ്ടതാണ്. ഇത് വാജ്പേയി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വാജ്പേയി ഇതിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിലനിൽക്കണമെങ്കിൽ ഇപ്പോ അടിസ്ഥാനപരമായി LDF വോട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന LDF അടിസ്ഥാന വോട്ട് പറഞ്ഞിട്ടില്ല. BJP കൂടിയതൊന്നും പരിശോധിച്ചാൽ അറിയാം. LDF കഴിഞ്ഞ 2004-ലും 2019-ലും ഒക്കെ കിട്ടിയ അടിസ്ഥാന വോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടുതലായി വർദ്ധിക്കേണ്ട നിഷ്പക്ഷ വോട്ടുകൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ജോർജിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇലക്ഷനോടനുബന്ധിച്ചുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുന്ന ആളുകൾ എന്നോടൊപ്പം, അത് കഴിഞ്ഞ തവണ ഉള്ളതിൽ നിന്ന് കഴിഞ്ഞ തവണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സർവ്വ മേഖലകളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പോലും പിന്തുണ എനിക്ക് കിട്ടുന്നതാണ്. സത്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല അല്ലെ? തെരഞ്ഞെടുപ്പിന്റെ ഈ അവസ്ഥ വന്നപ്പോഴൊക്കെ മാറി. ആളുകളൊക്കെ ഉണ്ടായത് ശരി തന്നെ, പക്ഷെ വോട്ടായി വന്നില്ല. വളരെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ദേശീയ രാഷ്ട്രീയമാണ് ഞാൻ നോക്കിയത്. ശ്രീ ജോൺ സി ഇപ്പൊ തൊട്ടുപുഴയാണ് അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ 30-35,000 വോട്ടിലധികമായ ഭൂരിപക്ഷം. അതൊരു വലിയ ഭൂരിപക്ഷമാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ അത്രയും വലിയൊരു ഭൂരിപക്ഷം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരാൾക്ക് കൊടുക്കുക. പിന്നെ മൂവാറ്റുപുഴ, അതൊട്ട് പിന്നിൽ കോതമംഗലം, എന്നാൽ പീരുമേടും ദേവികുളവും ഒക്കെ ഏതാണ്ട് ശരാശരി. പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, മൂന്നാർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ബൂത്തുകളിൽ വളരെ മുന്നിലായിരുന്നു ഡീൻ കുര്യാക്കോസ്. അത് രാജേന്ദ്രൻ എഫക്ട് സംഭവിച്ചിട്ടുണ്ട് അവിടെ. രാജേന്ദ്രൻ എഫക്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് 10% മൈനസിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ഈ ഗവൺമെൻറ് ഭരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 10% ഒന്നും അല്ല. ജനം വളരെ ബുദ്ധിമുട്ടില്ല. ജനത്തിന് റോഡല്ല, റോഡ് മാത്രം പോരാ, റോഡ് ഗതാഗത സൗകര്യത്തിന്. അത് അവിടെ താമസിക്കുന്ന ജനത്തിന് രാവിലെ ആ റോഡിലേക്ക് ഇറങ്ങിയാൽ അവൻ്റെ വിശപ്പ് മാറില്ല, അവൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കില്ല, അവൻ്റെ കുടുംബത്തിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റില്ല. അല്ല, അതുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിയേക്കുക. ഈ റോഡ് പണിയും ഇപ്പൊ ഇവിടെ നാഷണൽ ഹൈവേ പണിയുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ അതിനകത്ത് ഭൂരിപക്ഷം. നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾ കുറവാണ്. പക്ഷെ ഇവിടെ ജനത്തിന് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു മാവേലി സ്റ്റോറിൽ ചെന്ന സാധനമില്ല, സപ്ലൈകോയിൽ സാധനമില്ല, ത്രിവേണി ചർച്ച ചെയ്തതാണ്. പക്ഷെ അതൊക്കെയാണ് ഈ ജനത്തെ ചിന്തിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനത്തിന്റെ മുമ്പിൽ ഇപ്പോൾ വെറും പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ബന്ധപ്പെട്ട് ജയിച്ച ഡീൻ കുര്യാക്കോസിനെതിരെ ഇടതുമുന്നണി പല ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചത്. ആ ആരോപണം എന്തിനു വേണ്ടി ആരോപണം വെച്ചെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഈ ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു 14.5 കിലോമീറ്റർ നേര്യമംഗലം തൊട്ട് വളരെ വരെയുള്ള വനത്തിൽ നാഷണൽ ഹൈവേ പണിയാൻ പറ്റിയിട്ടില്ല. ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുക അത് അതിനകത്ത് ഫോറസ്റ്റ് ഇടപെടരുത്. ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഗവൺമെന്റ് വനം വകുപ്പ് മന്ത്രി അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇതൊക്കെ നാളെ ജനത്തിന്റെ ജനം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വകുപ്പിന്റെ നിയമങ്ങളാക്കി അറിയാലോ, കണ്ടന്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൈയുമായി കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. അതെ, പക്ഷെ എന്നാലും ജനപ്രതിനിധികളിൽ ജനങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഉടുമ്പൻചോലയിൽ പറ്റിയ പരാജയം, ദേവുളത്ത് പറ്റിയ പരാജയവും. പക്ഷെ തൊടുപുഴ ഭൂരിപക്ഷം കിട്ടിയത് അവിടെ UDFന്റെ MLA. അവിടെ ജനങ്ങളുമായി എപ്പോഴും അദ്ദേഹത്തിന് പറ്റുന്നത് അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വികസന പ്രവർത്തന രംഗത്ത് തിരിച്ചു ചോദിക്കേണ്ടി വരും. കഴിഞ്ഞു 2019 ഇത് കിട്ടിയില്ല. ഈ കാര്യത്തില് ഡീൻ കുര്യാക്കോസിന് വേണ്ടത്ര ഭൂരിപക്ഷം അത്രയും ഈ ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ. ഇല്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ ഈ ശതമാനം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇപ്പോഴും മരണപ്പെട്ടു പോയവരുടെ പേരും ലിസ്റ്റും അവിടെ കിടക്കും. പിന്നെ രണ്ടാമത് വിദേശത്തേക്ക് പോയവരും സ്വദേശത്ത് തന്നെ നാട്ടിലില്ലാതെ മറ്റു പല ഭാഗത്തും ജോലിക്ക് പോയ കിട്ടുന്ന കുട്ടികൾ തിരിച്ചു വന്നവർ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കണക്കും കൂടെ പരിശോധിക്കുമ്പോൾ ഈ കുറവ് അവിടെ നികത്താൻ പറ്റും. ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഭൂരിപക്ഷത്തിൽ കുറവുണ്ടെന്ന് പറഞ്ഞു. ഭൂരിപക്ഷത്തിൽ കുറവ് ഈ 2 കാരണങ്ങളുണ്ട്. അതൊരു ഭാഗത്ത് മാത്രം പോയാൻ പാടില്ല. നമ്മുടെ കേരളം ഇനി എങ്ങോട്ട്, രാഷ്ട്രീയ കേരളം എങ്ങോട്ട് എന്ന് പറയുന്നത് വലിയ ചോദ്യചിഹ്നം മുൻകാലത്ത് രാഷ്ട്രീയത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ ശക്തമായി നിൽക്കുന്നു.
ജനങ്ങളുടെ മുന്നിൽ, രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പുരോഗമന ആശയങ്ങൾ ശക്തമായി കേരളം സ്വീകരിക്കുകയും നെഞ്ചേറ്റുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ളത് BJPയുടെ ഒരു കടന്നു കയറ്റം കേരളത്തെ അല്ലെങ്കിൽ കേരളത്തെ ആകെ ഗ്രസിച്ചേക്കുമോ എന്ന ഒരു ഭയം ഇടതു മുന്നണിക്ക് ഉണ്ടോ ഈ അടുത്ത കാലത്ത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം? BJPയുടെ കടന്നുകയറ്റത്തെ ഭയക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി ആശങ്ക കാര്യത്തിലുണ്ട്. നമുക്കറിയാം, നേമം നിയോജകമണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ രാജഗോപാലാണ് BJPക്ക് വേണ്ടി ആദ്യമായി ഒരു MLA ആയത്. അന്നത്തെ സാഹചര്യം നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല, അതിന് സുഹൃത്തിന് വിഷമം ഉണ്ടാവും, അത് പോകുന്നില്ല. അത് തന്നെ തനിയാവർത്തനമായി തൃശ്ശൂരും വന്നിരിക്കുന്നു. തൃശ്ശൂർ സംഭവിച്ചത് അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളല്ല BJPക്ക് പോയത്, പക്ഷേ അത് UDFന്റെ വോട്ടുകൾ തന്നെ BJPക്ക് കൊടുത്ത് BJPയെ സഹായിച്ചാണ് ഇപ്പോൾ BJP MP ഉണ്ടായത്. ഈ നിലയ്ക്ക് പരസ്പരം സഹായിച്ചു പോയാൽ ഇടതുപക്ഷവും ഇടതുമുന്നണിയും UDFും കൂടി ഈ ശക്തമായി BJPയെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ കേരളത്തിൽ BJP ഉണ്ടാവില്ല. നറേറ്റീവ് ഞാൻ ഇടയ്ക്ക് നടപെട്ടോട്ടെ, ഇങ്ങനെ ഒരു നറേറ്റീവ് UDFന്റെ വോട്ടുകളാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. സാങ്കേതികമായി കണക്കുകൾ വെച്ച് നിരത്താനും തെളിവ് സഹിതം ജനങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ ഇടതുമുന്നണിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ആ നറേറ്റീവ് വരും ദിവസങ്ങളിൽ മാറിയേക്കുമെന്നാണ് ഇപ്പോൾ ചർച്ച. ഇപ്പോൾ നമുക്ക് സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത്. ഇന്ന് 24 ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇത് ഇടതിന്റെ തന്ത്രമോ എന്ന നിലയിലേക്ക് ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ നറേറ്റീവ് മാറുമോ? ഇല്ല, മാറില്ല. അതിന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. കണക്കുകൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 2019 LDFന് കിട്ടിയ വോട്ടുകൾ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് എന്ന് കൂടുതലാണെങ്കിലുള്ളൂ. എന്നാൽ അതിനേക്കാൾ 2019 1 ലക്ഷം വോട്ട് കുറവാണ് UDFന് കിട്ടിയത്. പക്ഷേ UDFന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ യഥാർത്ഥത്തിൽ UDFന്റെ വോട്ടുകൾ തന്നെയാണ്. UDFന്റെ വോട്ടുകൾ തന്നെയാണല്ലോ. രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയേക്കുമെന്ന് വിചാരിച്ച് സാധാരണ UDFകാരല്ലാത്തൊരു വോട്ട് ചെയ്തിട്ടില്ലേ? അല്ല, ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തില് മണലൂര് പോലുള്ള നിയോജക മണ്ഡലങ്ങൾ അവിടെ UDFന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി. അവിടെ ജയിക്കുന്നതാണ്. പാരമ്പര്യമായി കോൺഗ്രസിന് വോട്ടുള്ളതാണ്, ജയിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പോലും ഇപ്പോൾ UDF ലീഡ് ചെയ്യാൻ പറ്റിയില്ല. അത്രയേറെ സുരക്ഷിതമായി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന മണ്ഡലത്തിൽ ലീഡ് ചെയ്യാൻ പറ്റില്ല. സഭാ മണ്ഡലങ്ങളോട്ട് മിക്കതും LDFന്റെ കയ്യിലാണ്. അല്ല, UDF സ്വാധീനമുള്ള മണ്ഡലം ഉണ്ടല്ലോ അവിടെ. ആ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റാതെ പോയത് അവിടെ UDFന്റെ വോട്ടുകളാണ് മറിഞ്ഞു പോയത്. UDFന്റെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി വന്നു. അതല്ലെങ്കിൽ ഇത്ര വലിയ വിജയം ഉണ്ടാവില്ല എന്ന് മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ പറഞ്ഞത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖമില്ലായിരുന്നു എന്നാ മുരളീധരൻ മത്സരിച്ച സ്ഥാനാർത്ഥി പറഞ്ഞത്. അദ്ദേഹം ആദ്യം മുതൽ പറയുന്നത് BJPയെ തോൽപ്പിക്കാനാണ് എന്റെ അവതാരം, ഞാൻ വന്നിരിക്കുന്നതിനാണ്. നേമത്തും അദ്ദേഹം മത്സരിച്ചുകൊണ്ടാണ് BJP തോറ്റതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതിന് ഒരുപക്ഷെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഞാൻ സൂചിപ്പിക്കുന്നത് ഈ തവണ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് BJP ജയിക്കുകയും BJP ജയിപ്പിച്ചു പാർട്ടിക്കാരൻ എന്ന് ഞാൻ പറയും. അവിടെ ജയിപ്പിച്ചത് അവരുടെ പാർട്ടിക്കാർ തന്നെയാണ്. അതൊരു വോട്ടർ ഫിനിഷിംഗിലല്ലോ ജയിച്ചത്. എന്താ അല്ലാത്ത തൃശ്ശൂര് ഭൂരിപക്ഷം അതിന് കണക്കുണ്ടല്ലോ. എന്റെ കയ്യിൽ കണക്കുണ്ട്. അതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ടും ഇപ്പോഴത്തെ വോട്ടും ആ കുറവ് വന്ന വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് BJPക്കാണ്. വേറെ ആർക്കും പോയിട്ടില്ല. എവിടെ കുറഞ്ഞ വോട്ട് കൃത്യമായി വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. ഞാനത് മുഴുവൻ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഈ ചില മേഖലകളിൽ പാർട്ടി പ്രവർത്തകർ ഈ മുഴുവൻ കാര്യങ്ങളും പഠിക്കാതെ തന്നെ ചില വികാരത്തിൻ്റെ ചില തള്ളലിൽ പെട്ടുപോകുന്നുണ്ട്. അത് UDF ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇവിടെ BJPയെ ഏറ്റവും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തത് അവിടെ പത്മജ വേണുഗോപാൽ പോയപ്പോഴും അതിനെ ഏറ്റവും നഖശികാന്തം എതിർക്കുകയും ഞാനും എൻ്റെ സഹോദരിയുമായി ബന്ധമില്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് മുരളീധരനാണ്. മുരളീധരൻ ഒരിക്കലും ഇവിടെ അതാണ് സുനിൽകുമാർ ജയിച്ചാലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇയാൾ ജയിച്ചാലാണ് എനിക്ക് ബുദ്ധിമുട്ട്. BJPയെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു വികാരം എല്ലാ ഭാഗത്തും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് അതിൻ്റെ പറ്റിയ അടിയൊഴുക്ക്, എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി പാർട്ടി പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ചല്ലാതെ ഞാനിപ്പോൾ കയറി ഒന്നും അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയ ബോധ്യം ഇപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയം, കേരളം എന്ന രാഷ്ട്രീയ പരിസരം, ഇതെല്ലാം കണ്ടിട്ടുള്ള കേവലമായ
ഒരു ബോധ്യത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ്, രാഷ്ട്രീയ ബോധ്യങ്ങൾ കാണുന്നത്. സാധാരണക്കാരന് അദ്ദേഹം ഒരു സിനിമാ നടനാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ കാണാൻ പോലും ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ സിനിമ സ്വാധീനം സാധാരണക്കാരനെ സംബന്ധിച്ച് വലുതാണ്. ആ രീതിയിലേക്ക് ആണോ ശ്രീ കോയാമ്പാട്ട് അതിന് മുമ്പേ ഞാൻ തൃശ്ശൂരിലെ കണക്ക് പറയാം. തൃശ്ശൂരിൽ 2019 LDF കിട്ടിയ വോട്ട് 3.2 ലക്ഷം, 24-ൽ 3.2 കിട്ടിയിട്ടുണ്ട്. മാറ്റം വന്നിട്ടില്ല, ചെറിയ മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ UDF കിട്ടിയത് 2019 4,04,1 ഈ തെരഞ്ഞെടുപ്പ് കിട്ടിയത് 3.1, കൃത്യം 1 ലക്ഷത്തിന് കുറവ് വന്നിട്ടുണ്ട്. NDAക്ക് 2019 കിട്ടിയത് 2.9, ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 4 ലക്ഷമാണ്. അപ്പോൾ 1.1 അധികമായി വർദ്ധിച്ചിട്ടുണ്ട്. കോയമ്പാട്ട് കഴിഞ്ഞ 10 വർഷമായി സുരേഷ് ഗോപി ഇപ്പോൾ 2 തവണ അവിടെ തോറ്റിട്ടാണ് 3ാമത് മത്സരിക്കുന്നത്. അവർ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് ജോലി ചെയ്യുകയാണ്, വർക്ക് ചെയ്യുകയാണ്. അതിന്റെയൊക്കെ ഒരു ഗുണം ഫലം അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാതിരിക്കും. അത് സംഭവിച്ചിട്ടുണ്ടാകാം, ചെറുഭാഗം അങ്ങനെ ഉണ്ടാകാം. പിന്നെ മാത്രമല്ല, നരേന്ദ്രമോദി കേരളത്തിൽ ഏറ്റവും ശ്രദ്ധ കൊടുത്ത ഒരു മണ്ഡലം തൃശ്ശൂരാണ്. അവിടെ വന്ന് പ്രസംഗിച്ചത് ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രിയെ അയക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൃശ്ശൂർ ജനങ്ങൾക്ക് ഈ സുരേഷ് ഗോപിയിലൂടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൂടി കിട്ടുന്നു, അത് ഗുണം ചെയ്യും എന്ന് ധരിച്ചിട്ടുണ്ടാകും. ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ തലസ്ഥാന നഗരം, രാജാക്കന്മാരുടെ കാലത്തോട്ടെ തലസ്ഥാന നഗരമാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ, തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ ഇതേ കേന്ദ്രമന്ത്രിയെ തന്നെ കിട്ടുമായിരുന്നല്ലോ അവർക്ക് ക്യാബിനറ്റ് റാങ്കുള്ള, അവരത് അത്ര ചിന്തിച്ചില്ലല്ലോ. അവർ ചിന്തിച്ച് അവിടെ ശശി തരൂര് ലീഡ് ചെയ്യുന്നത് തീരദേശ മേഖലയിൽ മാത്രമാണ്. മേഖലയിൽ മാത്രമാണ് ലീഡ് ചെയ്തത്, ബാക്കി എല്ലാവരും പുറകിലേക്ക് പോയില്ലേ. അപ്പോൾ അവിടെ ദളിതരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ആ ദളിതരായ ആളുകളുടെ, പാവപ്പെട്ടവരുടെ, പിന്നോക്കക്കാരുടെ തീരപ്രദേശങ്ങളിൽ ലത്തീൻ കത്തോലിക്കലും മുസ്ലിം വിഭാഗമാണ്, 2 വിഭാഗമായിട്ടാണ് അവർ താമസിക്കുന്ന പോലും ഇടങ്ങളിൽ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര വിദ്യാസമ്പന്നരല്ലാത്ത വിഭാഗമൊന്നും അല്ല മുക്കവരാണെങ്കിൽ പോലും. അല്ല, അതുകൊണ്ടാണ് അവർ UDF വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ BJP വോട്ട് ചെയ്യുമായിരുന്നു. അവരോട് BJPക്ക് വോട്ട് ചെയ്താൽ അവിടെ BJP ജയിക്കുള്ളൂ. പിന്നെ BJPക്ക് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായതെന്ന് പറയും. നമുക്ക് അവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാജഗോപാൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ UDFന്റെ ഭാഗമാണ്. UDFന്റെ ഭാഗമായി ആ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ പിള്ളയാണ് മത്സരിച്ചത്. അപ്പോൾ അന്ന് മത്സരിച്ചപ്പോൾ തീരെ ദയനീയമായി, UDFന്റെ കയ്യിലിരുന്ന സീറ്റ് തീരെ ദയനീയമായി സുരേന്ദ്രൻ പിള്ള 3ാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെ ആ വോട്ട് രാജഗോപാലിന് വരികയാണ് ചെയ്തത്. അപ്പൊ അവിടെയാണ് തുടങ്ങിയത്, അവിടെ തുടങ്ങിയതാണ്. അതിനുശേഷം പുറകോട്ട് പോയിട്ടില്ല BJP. തീർച്ചയായിട്ടും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അല്ല, നെയ്യാറ്റക്കാർ ഇവിടെ നേമത്ത് അത് ബ്ലോക്ക് ചെയ്തത് മുരളീധരൻ മത്സരിച്ചാണ് അവിടെ അത് ബ്ലോക്ക് ചെയ്ത് BJP അവിടെ ഇല്ലാതെയാക്കിയത്. നമുക്ക് ഇടുക്കിയിലേക്ക് തിരിച്ചു വരാം. ഇടുക്കി എന്ന് പറയുന്നത് ഇപ്പോൾ UDF തൊടുപുഴ ഒഴിച്ച് ബാക്കി 4 ഇടങ്ങളിൽ, കോതമംഗലം, മൂവാറ്റുപുഴ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. ഇടുക്കി ജില്ലയിലെ ബാക്കി 4 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2-3 തവണയായി LDFന് വലിയ ആധിപത്യം. UDFനെ സംബന്ധിച്ച് നടക്കുന്നില്ല. അത് പിടിച്ച് നിർത്താൻ, അല്ലെങ്കിൽ UDFന് വളരെ വളരെ സാധ്യത ഉണ്ടായിരുന്ന ചില മണ്ഡലങ്ങൾ പോലും ഇപ്പോൾ എന്നിട്ടും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം UDFന് അനുകൂലമായി. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും ഈ ജനങ്ങളെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത്? അതിനെപ്പറ്റി പല പ്രാവശ്യം വിലയിരുത്തി ചർച്ച ചെയ്തിട്ടുള്ളൊരു കേസായത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോകസഭയിൽ കോൺഗ്രസിന് ഒറ്റക്കക്ഷിയായിട്ട് വരണം. അപ്പോൾ ജനം കാണുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ ഓർമ്മയിലേക്ക് ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനം ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കരുത്തുള്ള ഒരു പ്രധാനമന്ത്രി, കോൺഗ്രസിൻ്റെ ഒരു പ്രധാനമന്ത്രി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ജനം, എന്നുവെച്ചാൽ ഒരു 95% ജനത്തിനും കോൺഗ്രസ് അധികാരത്തിൽ വരണം. അത് ഈ ഇടതുപക്ഷത്ത് ഉള്ള സാധാരണക്കാരായ ജനങ്ങൾക്കുമുണ്ട്. ഈ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഇവിടെ അല്പസ്വല്പമൊക്കെ മാറ്റം വന്നാലും ശരി, കേന്ദ്രത്തിൽ ഒരു ഉറച്ച ഗവൺമെന്റ്. കോൺഗ്രസിനോട് ഒരു വൈകാരിക ബന്ധം എങ്ങനെയൊക്കെയോ ആളുകൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ നിരീക്ഷിച്ചാൽ, സൂക്ഷ്മമായി രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയാൽ, ഇടതുപക്ഷ പാർട്ടികൾക്ക് എല്ലാ മേഖലകളിലും സംഘടനയുണ്ട്.
അവർക്ക് സംഘടനയില്ലാത്ത ഒരു ജനസഞ്ചയമില്ല. ഏത് മേഖലകളിൽ ജനങ്ങൾ തൊഴിലെടുക്കുന്നുവോ, ഏത് മേഖലകളിൽ ജനങ്ങൾ വ്യാപരിക്കുന്നുവോ അവരെ എല്ലാം കൂട്ടിപ്പിടിച്ച് അവർ സംഘടന ഉണ്ടാക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻ ഉണ്ട്, സർവീസ് സംഘടനകളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, ഈവൻ പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പോലും എല്ലായിടത്തും ഉണ്ട്. എവിടെ തൊഴിലാളികളുണ്ട് അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കുടുംബശ്രീ ആയി ബന്ധപ്പെട്ട് അതിന് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഏതാണ്ട് 50 ലക്ഷം പേര്, 56 ലക്ഷം പേര് അതിനകത്തുണ്ട്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഇതൊക്കെ എപ്പോഴും നിരന്തരമായി പ്രവർത്തിക്കുന്ന, ചലിക്കുന്ന സംഘടനകളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വോട്ട് വരുമ്പോൾ ഒരു സംഘടനയും പ്രവർത്തിക്കാത്ത കോൺഗ്രസിലേക്ക് വോട്ട് കൊടുക്കുന്നത്? സംഘടന പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകളൊന്നും അതിലേക്ക് സ്ഥായിയായ വോട്ടുകളൊന്നും പോയിട്ടില്ല. ഈ പുതിയ വോട്ടുകൾ, അതായത് എന്താ പറയുക, നിഷ്പക്ഷ വോട്ടുകൾ, അങ്ങനെയുള്ള വോട്ടുകളെ പോയിട്ടുള്ളൂ. ഇത് കോൺഗ്രസ് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രവർത്തനം മികവുകൊണ്ട് കിട്ടിയതുമല്ല. ഇടുക്കിയിൽ തന്നെ, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു ജില്ലയിലെ പ്രധാന നേതാവ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ചെറുവിരൽ പോലും അനക്കിയില്ലെന്നാ പരാതിയും കൊടുത്തു. പാർട്ടി പരാതിയും കൊടുത്തു. അതൊക്കെ വെറുതെ പറയുന്നത്. നിങ്ങൾക്ക് പറയാം, അല്ല ജയിക്കുന്നു, അതാ പറഞ്ഞത്. അതാണ് സുഹൃത്ത് ജോൺ സേസ് പറഞ്ഞത്. മാത്യു ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. 1-2 ദിവസം അസുഖമായിട്ട് മാത്രമേ, അസുഖം വന്നു കഴിഞ്ഞാൽ ആരായാലും ഏത് കാൻഡിഡേറ്റ് ആണെങ്കിലും ജില്ലയിലെ നേതാവാണ് പറഞ്ഞത് രേഖാമൂലം പരാതി കൊടുത്തത്. പരാതിയും കൊടുക്കാൻ വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടൊക്കെ എവിടെയൊക്കെയോ ചില അഭാവങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അല്ല, ആരോഗ്യ സംബന്ധമായ ചില പോരായ്മ ഉണ്ടായപ്പോൾ ചിലപ്പോൾ കുറച്ച്, പക്ഷെ CP മാത്യു ആക്റ്റീവായി എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. എന്നെയൊക്കെ നിരന്തരം വിളിക്കുമായിരുന്നു. എനിക്ക് ഈ താലൂക്കിലെ മാങ്കുളം പഞ്ചായത്തിലാണ് ചാർജ്. എന്നെയൊക്കെ നിരന്തരം വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് നിങ്ങൾ ആ ഫോളോ അപ്പിംഗ് ആണ് ഞങ്ങളെ ഉന്മേഷമാക്കുന്നത്. അല്ലല്ല, ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ പാർട്ടിക്ക് ജില്ലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് CP മാത്യു. ആ CP മാത്യു സംഭവിച്ചത്. അല്ലല്ല, ഞാൻ പറയട്ടെ അത് കോൺഗ്രസ് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നത്. പ്രത്യേക സാഹചര്യമല്ല ഇത്. കോൺഗ്രസിന്റെ ചിട്ടയായ പ്രവർത്തനം ഈ ഇലക്ഷന് മുൻപേ ചിട്ടയായ പ്രവർത്തനം നടന്നിട്ടില്ല. ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഇടുക്കി റിസൾട്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഫലം പലരെയും ജനിച്ചിട്ടുണ്ട്. പലരെയും ഒന്ന് കോൺഗ്രസ് അണികളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ ഞെട്ടലോടുകൂടിയ ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയായിരുന്നു. മറുഭാഗത്ത് ജോയ്സ് ജോർജ് ജയിച്ചേക്കും, 20,000-ന് അടുത്തുള്ള ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചേക്കുമെന്ന ഉറച്ച വിശ്വാസം മിക്ക നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള കണക്കുതിരിച്ച് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ വളരെ പിന്നോട്ട് പോയ എല്ലാ കേന്ദ്രങ്ങളിലും അവർ പിന്നോട്ട് പോയപ്പോൾ അവരെയും ഈ ഫലം ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2019 വലിയ കോൺഗ്രസ് മുന്നേറ്റം 19 സീറ്റായിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 99 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ആ ഇടതു മുന്നണി കേരളം ഭരിക്കുകയാണ്. പഞ്ചായത്തിലും ഏതാണ്ട് പകുതിയിലധികം 60% പഞ്ചായത്തുകൾ അവർ ഭരിക്കുകയാണ്. അപ്പൊ തിരിച്ചു വരാനൊക്കെ ഏതൊരു പാർട്ടിക്കും ഏതൊരു സമയത്തും കഴിയും. പരാജയപ്പെടാനും കഴിയുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സജീവമായി ചർച്ച നയിച്ചു. ചർച്ച അവസാനിക്കുമ്പോൾ കാരണങ്ങൾ പൂർണ്ണമായി കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. ഇടുക്കിയിലെ ജനത എന്തുകൊണ്ടാവും ഇങ്ങനെ ചിന്തിച്ചത് എന്നും അറിയില്ല. ഏതായാലും ഇടതുമുന്നണി ശുഭവിശ്വാസത്തിലായിരുന്നു ഫലം എണ്ണുന്നതിന് തൊട്ട് മുമ്പ് വരെ. സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആരുടെയും ഇംഗിതത്തിനൊത്തല്ലല്ലോ ആ വിധി നിർണ്ണയിക്കപ്പെടുന്നത്. ഡീൻ കുര്യാക്കോസ് വലിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 1,33,000-ലധികം വോട്ടിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ചർച്ചയിൽ പങ്കെടുത്ത, പരിപാടി കേട്ട എല്ലാവർക്കും നന്ദി.